അപ്പോൾ മോഡ്യൂൾ 1 തുടങ്ങുന്നത് ഞങ്ങളുടെ മട്ടാഞ്ചേരിയിലാണ്. മട്ടാഞ്ചേരി ഞങ്ങൾ കണ്ടുപിടിച്ച സൈറ്റ് എന്ന് വെച്ചാൽ 2 വാൾസിൻ്റെ ഇടയ്ക്കുള്ള സ്പേസസ്, ലൈക്ക് അൺയൂസ്ഡ് സ്പേസ്. അമ്മാതിരി സ്പേസുകൾ കണ്ടുപിടിക്കുക, അതിനെ തൻ്റെ സൈറ്റായിട്ട് ചൂസ് ചെയ്യാമെന്നായിരുന്നു ഫസ്റ്റ് ഞങ്ങൾക്ക് തന്ന എക്സസൈസ്. ആ എക്സസൈസ് ഞങ്ങളോട് പിന്നെ ആ സൈറ്റിനെ പറ്റി അനാലൈസ് ചെയ്യാനും, അനാലിസിസ് ലൈക്ക് എഡ്ജ് കണ്ടീഷൻസ്, അതിനകത്തെ ടെക്സ്ചർ, അതിലുള്ള കാര്യങ്ങൾ, പെയിൻറ്റ്, അവിടുത്തെ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ്, ദ ഇമോഷൻസ്, ഇതെല്ലാം കൂടെ സെലക്ട് ആക്കിയിട്ട് ഒരു അനാലിസിസ് ചെയ്യാനായിരുന്നു ഫസ്റ്റ് സ്റ്റെപ്പ്. അത് കഴിയുമ്പം അതുമായിട്ട് വന്നിട്ടുള്ള ഇൻ്റർവെൻഷൻസ് ഉണ്ടാക്കുക. ഇപ്പം ആദ്യമൊക്കെ ഞങ്ങളോട് പറഞ്ഞ് ഫങ്ഷനാലിറ്റി വേണ്ട, ഫങ്ഷനാലിറ്റി അധികം തിങ്ക് ചെയ്യണ്ട, ലൈക്ക് ഇൻ ദ സെൻസ് ഇപ്പം ഞങ്ങൾക്കൊരു ഒരു 50-40 മീറ്റേഴ്സായി സ്റ്റെപ്പ് വേണമെങ്കിലും ഉണ്ടാക്കി വെക്കാം, ബട്ട് സ്റ്റിൽ ഇറ്റ് ഷുഡ് റിഫ്ലക്ട് ദ അനാലിസിസ്. അപ്പോൾ ഒരു ഫസ്റ്റ് മോഡ്യൂളിൻ്റെ കൂടുതൽ ഇൻറ്റൻഷൻ എന്താണെന്ന് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, നോയിങ് അബൌട്ട് ദ സറൗണ്ടിങ്സ് ഓഫ് ദ സൈറ്റ്. ആ സൈറ്റിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു, അത് പറ്റി റിയാക്ട് ചെയ്യും. ഇപ്പോൾ ചെറിയ കാര്യമാണെങ്കിൽ ഇപ്പോൾ ഞങ്ങളുടെ ഇൻ്റർവെൻഷൻസ് ഈ ഡോഗ്സിന് വേണ്ടി ഒരു സ്പേസ് ഉണ്ടായി, കാരണം അവിടെ പട്ടികളെ ഞങ്ങൾ കണ്ടു. പിന്നെ ഞങ്ങൾക്ക് ഇമോഷണലി നോക്കുമ്പോൾ ഞങ്ങളുടെ ഈ സൈറ്റിൻ്റെ എൻട്രി തൊട്ട് ഫർദർ ഇട്ട് വരുമ്പോൾ ഒരു ഷെയ്ഡി ഏരിയ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പം ആ ഷെയ്ഡിനെസ്, പക്ഷേ ആ സൈറ്റിൻ്റെ അതേ തന്നെ മേളത്തെ ഭാഗത്തോട്ട് ഞങ്ങൾക്ക് വ്യൂ ഇല്ല, പക്ഷേ ഞങ്ങൾക്കറിയാം അപ്പുറത്തെ സൈഡ് സീ ആണ്. അപ്പം ആ സീയിലേക്ക് കാണുമ്പോൾ ആ ഷെയ്ഡിനെസ് കുറഞ്ഞൊരു എലവേറ്റഡ് സ്പേസ് ആവും. അങ്ങനത്തെ സ്പേസ് ഉണ്ടാക്കാനും ഇതുപോലെ അനാലിസിസ് തമ്മിൽ മനസ്സിലാക്കി ചെയ്യാനുള്ള ഒരു എക്സസൈസ് ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. മോഡ്യൂൾ 2ലേക്ക് കയറുമ്പോൾ ഇപ്പം എൻ്റെ കേസ് സ്റ്റഡി എന്ന് വെച്ചാൽ സായ ആർട്ട് പവലിയനാണ്. സായ ആർട്ട് പവലിയൻ്റെ സ്പേസസിനെ പറ്റി ഹൗ വുഡ് യു ഡിസ്ക്രൈബ് ഇറ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ വെച്ച് പറയുമ്പോൾ ഇപ്പോൾ ഐ ക്യാൻ സേ ഡബിൾ ഹൈറ്റ് വാളായിരുന്നു, കോൺക്രീറ്റ് സ്ട്രക്ചറായിരുന്നു, കോറിഡോറായിരുന്നു. അങ്ങനത്തെ എക്സ്പ്ലനേഷൻസ് ഞങ്ങൾ എയിലിട്ട് കൊടുത്തു. അപ്പം ഒരു ഓൾറെഡി ആയിട്ടുള്ള സ്പേസസിനെ ഞങ്ങൾ ഡിഫൈൻ ചെയ്യുമായിരുന്നു. ഒരു വേർഡ്സ് ഡിഫൈൻ ചെയ്ത് സ്പേസസിനെ എങ്ങനെ നോൺ ഡ്രോയിങ് മെത്തേഡ്സ് ആയിട്ട് വെർബൽ വേസിലൂടെ എക്സ്പ്രസ് ചെയ്യുക. അതിലൂടെ ഞങ്ങൾക്കൊരു എയിലിട്ട് കൊടുത്തപ്പോൾ ഒരു ഔട്ട്കം കിട്ടി. സെയിം സ്പേഷ്യൽ ക്വാളിറ്റിയുള്ള പല സ്പേസസ്. ആ സ്പേസസ് വെച്ച് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, പഠിക്കുക. എന്നിട്ട് അതിൻ്റെ സ്പേഷ്യൽ ക്വാളിറ്റി എടുത്ത് നമ്മൾ ആ ഒരു 10 മോഡൽ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ എ വെച്ച് ജനറേറ്റ് ചെയ്ത് അതിൽ നിന്ന് ജനറേറ്റ് ചെയ്ത എല്ലാ ലേണിങ്സും ഇപ്പം വലിയ ഇതായിരിക്കും. ഒരു ഫർദർ എൻഡിൽ നിന്ന് ഒരു ഓപ്പണിങ് വരുമ്പോൾ അതൊരു മോഷൻ, ഒരു കോറിഡോറിൽ വരുമ്പോൾ ഇങ്ങനെ ലൈറ്റ് വരുന്ന രീതിയിൽ ഏത് രീതിയിലെ മോഷനൊക്കെ വരാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. അപ്പോൾ അതുമെല്ലാം കൂടെ ചെയ്ത് ഒരു ഫൈനൽ മോഡൽ ഉണ്ടാക്കുമായിരുന്നു. അതാണ് ഞങ്ങളുടെ മോഡ്യൂൾ 2ൻ്റെ ഔട്ട്പുട്ട്. എന്നിട്ട് അതിനൊരു സൈറ്റ് കൊടുക്കുക, ആ സൈറ്റിൽ അത് റെസ്പോണ്ട് ചെയ്യുന്ന രീതി ആക്കുക. അതായിരുന്നു അതിൻ്റെ ഫൈനൽ സ്റ്റെപ്പ്. മോഡ്യൂൾ 3ലേക്ക് കടക്കുമ്പോൾ ഞങ്ങൾ ട്രിപ്പിൽ പോയായിരുന്നു, ഹൈദരാബാദ്, കന്യാകുമാരി. അപ്പോൾ എനിക്ക് കിട്ടിയ സൈറ്റ് ഹൈദരാബാദായിരുന്നു. ഹൈദരാബാദിൽ ഞങ്ങളുടെ അവിടുത്തെ ഇപ്പം ആ ഒരു ഫൈനൽ മോഡ്യൂളിന് ഞങ്ങളുടെ ഈ മോഡ്യൂൾ 1ഉം 2ഉം ഒരു ടൂളായിട്ട് എടുത്തായിരുന്നെങ്കിൽ മോഡ്യൂൾ 3 ഞങ്ങൾക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലായിരിക്കാം സ്റ്റുഡിയോ ഡിസൈൻ ചെയ്തത്. അതുകൊണ്ടായിരുന്നു എൻ്റെ ഒരു എക്സ്പീരിയൻസ്. കാരണം ഇപ്പോൾ മോഡ്യൂൾ 1ൽ ഞങ്ങൾ സൈറ്റ് അനാലിസിസ് ചെയ്യാൻ കൂടുതൽ അറിയുകയും കൂടുതൽ നോക്കാൻ വേണ്ടി ചെയ്തു. അപ്പോൾ എൻ്റെ ചാർമിനാർ സൈറ്റ് വന്നപ്പം എനിക്ക് ചുറ്റിനുള്ള കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാൻ തോന്നി. പിന്നെ എനിക്കിപ്പം അതൊരു 4-വേ ജംഗ്ഷനാണ് ചാർമിനാറിൻ്റെ സൈറ്റ്. അപ്പോൾ ആ സൈറ്റിൽ എനിക്ക് അങ്ങനത്തെ ഒരു സ്പേസാണ് കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഞാനൊരു അതിന് റെസ്പോണ്ട് ചെയ്യുന്നൊരു ഷേപ്പായിരുന്നു കൊടുത്തത്. അത് ഞാൻ എൻ്റെ സെക്കൻഡ് മോഡ്യൂളിൽ AI ഉപയോഗിച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു സ്പേസ്, ഇന്ന ഫീൽ വരുന്ന സ്പേസ് വേണമെന്ന് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് അങ്ങനത്തെ ഒരു ഐഡിയ AIയിലും ഇടാൻ പറ്റി. അപ്പം ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ഔട്ട്കമാണ് 3rd മോഡ്യൂളായിട്ട് കിട്ടിയത്. അപ്പോൾ ഇത് ഫസ്റ്റ് തൊട്ട് അവസാനം വരെ നോക്കുമ്പോൾ ഒരു പ്രോസസ്സ്, സ്റ്റഡി പ്രോസസ്സ്, വൺ ആഫ്റ്റർ അനദർ എല്ലാം കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ ഔട്ട്കം വന്നത്. ശരി, ഇറ്റ് വാസ് നൈസ് ആക്ച്വലി. കൂടുതൽ എനിക്ക് ഫ്രീഡം കിട്ടിയതായിട്ട് തോന്നി കമ്പാരിറ്റീവ്ലി. മേ ബി ബിക്കോസ് ആ ഫസ്റ്റ് മോഡ്യൂളിൽ ഇത് തന്നെ ഫങ്ഷനാലിറ്റി മാറ്റിയാലും അങ്ങനത്തെ കുറേ, ഇപ്പോൾ ഫസ്റ്റ് മോഡ്യൂളിൽ ആ ഫങ്ഷനാലിറ്റി എന്ന കാര്യം വെച്ചായിരുന്നെങ്കിൽ നമുക്ക് ചിലപ്പം നമ്മുടെ മൈൻഡ് അത്ര ഫ്രീ ആക്കാൻ പറ്റത്തില്ലായിരിക്കും, അത്രയും അനാലിസിസ് നോക്കാൻ പറ്റത്തില്ലായിരിക്കും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അങ്ങനെ കൂടുതൽ ഫ്രീ ആയിട്ടും എല്ലാ ലേണിങ്സും ഒരുമിച്ചൊരു ഔട്ട്കം ആക്കി വന്നാൽ നന്നായിട്ട് തോന്നി. ലൈക്ക്
ബാക്കിയുള്ള ഒരു നോർമൽ രീതിയിൽ വരുമ്പോൾ ഫസ്റ്റ് തൊട്ട് അവസാനം വരെ ഒറ്റ ഡിസൈനിലേക്ക് ഇങ്ങനെ അങ്ങ് പോവുകയാണ്. ഇതുവരെ ഒരു അതിലൊരു മാറ്റമായി ഇതെല്ലാം പ്രോസസ്സായിട്ട് ഓരോ ടൂൾസായിട്ട് എടുത്ത് ഒരു ഫൈനൽ ഔട്ട്കത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ വേറെ രീതിയിലെ പ്രോസസ്സായിരുന്നു. ഒരു പുത്തൻ എക്സ്പീരിയൻസും കൂടുതൽ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു പോകാൻ എനിക്ക് തോന്നിയിട്ടുണ്ട്.